ഹായ്, ഞാൻ ഫിദ പരിഷ, ഒരു നീറ്റ് ആസ്പിരൻ്റ് ആണ്. ആക്സിഡൻറ്റിന് ശേഷമാണ് എനിക്ക് തോന്നി, കാരണം എനിക്കൊരു പ്രൊഫഷണൽ സപ്പോർട്ട് വേണമെന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എൻ്റെ തെറാപ്പിസ്റ്റായിട്ടുള്ള സഫൂറ മാമിനെ പരിചയപ്പെടുന്നത്. മാമുമായിട്ട് ഞാൻ ഫസ്റ്റ് എനിക്ക് എന്താണ്, നമ്മളിപ്പം ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉള്ളത് കൊണ്ടും കുറച്ചുകൂടി ബ്രേക്കായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ട് ഈ ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് നെക്സ്റ്റ് നീറ്റിലോട്ട് പോകുമ്പോൾ ഇതിനൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒരു ബെറ്ററായ ഒരു തോട്ടിൽ പോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ കാര്യങ്ങൾ ഒന്നുകൂടി സ്മൂത്ത് ആവുള്ളൂ എന്ന് തോന്നിയുകൊണ്ട് തന്നെ ഞാൻ തെറാപ്പിക്ക് ഒന്ന് മെൻ്റലി പ്രിപ്പയർ ആയി. കറക്റ്റ് പേഴ്സണ് റൈറ്റ് ടൈമിൽ നമ്മൾ പരിചയപ്പെടാമെന്ന് പറയുക, അതേപോലെയായിരുന്നു സഫൂറ മാമിനെ പരിചയപ്പെട്ടപ്പോഴുള്ള എക്സ്പീരിയൻസ്. മാമിൻ്റെ മകളും നീറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാമിനെ പെട്ടെന്ന് തന്നെ അഡ്രസ്സ് ചെയ്യാൻ പറ്റി. ഒരു തെറാപ്പിസ്റ്റിനെ കൂടുതൽ മാമിന് ശരിക്കും എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ മാമിനോട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വൺ ഇയറിനോളം ഞാൻ അതൊക്കെ തെറാപ്പി കണ്ടിന്യൂ ചെയ്തു. എൻ്റെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ വേളയിൽ, അതായത് ആഫ്റ്റർ ആക്സിഡൻറ്റിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും എക്സാംസിൻ്റെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ചെന്ന് മാമിൻ്റെ അടുത്ത് സെഷൻ എടുക്കാതെയും വിളിച്ചിട്ട് പറഞ്ഞും അത് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് മാമിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കത് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയത്. 3-ാം വർഷം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സഫൂറ മാം നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തെങ്കിലും ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ആ സമയത്ത് ലിറ്ററലി അതുവരെ നമ്മൾ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റും കടലാസ് തോമയൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും 3rd ഇയർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ കോൺസെൻട്രേഷനും എക്സാമിൽ മാത്രമായിരുന്നു. വല്ലിക്കാക്കൻ്റെ ആ മോട്ടിവേഷനും കൂടെ ആയപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം, ഈ വർഷം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ഫുൾ ടൈം, അതായത് ഇനി എക്സ്ട്രാ വർക്കുകളൊന്നും ചെയ്യണ്ട, വീട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഈ കാര്യം എക്സാം കഴിയുന്നത് വരെ ഒന്ന് ഫിനിഷ് ചെയ്താൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എനിക്ക്. പക്ഷെ ആ ഇയറും ട്രാക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഇയറിലെ നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു വല്ലാത്ത മാനസികാവസ്ഥ തന്നെയായിരുന്നു. അന്ന് റിസൾട്ട് വന്നത് ഏകദേശം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഓണം ടൈമിലാണ് പെട്ടെന്നൊരു രാത്രിയാണോ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ നെക്സ്റ്റ് ഡേ ഇനി എങ്ങനെ അടുത്ത പ്രിപ്പറേഷൻ ചെയ്യും അതായിരുന്നു. അതായത് അതിന് വേണ്ടി നമുക്ക് ഫീസ് വേണം. ഓൾറെഡി ഞാൻ കട്ട് ഓഫ് മീറ്റ് ചെയ്തിട്ടില്ല, സ്കോളർഷിപ്പ് എക്സാംസ് ഒന്നും എനിക്ക് അവൈലബിൾ അല്ല. ഇപ്പോൾ സൈലത്തിൽ തന്നെ വീണ്ടും ജോയിൻ ചെയ്യണമെങ്കിലും എനിക്ക് പേയ്മെൻറ്റ് ഇഷ്യൂ ആണ്. വീട്ടിൽ എന്തായാലും ചോദിക്കാൻ പറ്റില്ല, കാരണം ഉമ്മ ഓൾമോസ്റ്റ് ഉമ്മക്കും വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാനൊരു ജോബിന് പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വർക്ക് ചെയ്ത് പിന്നെ ഒരു വർഷം അതിൻ്റെ ഇടയിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എത്തില്ല എന്ന് എനിക്കറിയാം. കാരണം ഓൾമോസ്റ്റ് ഇത്ര ഹവേഴ്സോളം നമ്മൾ അത്രയും കോമ്പറ്റീറ്റീവ് എക്സാമാണ്, അത്രയും സമയം നമ്മൾ അതിലേക്ക് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇനി വീണ്ടും ജോബിന് പോകണോ, ഫൈനാൻഷ്യലി എങ്ങനെ ഇതൊന്ന് ടാക്കിൾ ചെയ്തെടുക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ കൺഫ്യൂസ്ഡായി. എന്തായാലും വീട്ടിലിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു വീട്ടിനടുത്തൊരു കേക്ക് ഷോപ്പിൽ കേക്കിന് മുകളിൽ ഡിസൈൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോബിന് പോയി. അങ്ങോട്ട് പോകുമ്പോൾ ബുക്ക് കൊണ്ടാൽ പോവുക. അപ്പോൾ അവിടുത്തെ ചേച്ചിക്ക് അറിയാം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതാണ്, പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോഴും ഞാൻ മാമിനെ വിളിച്ച് പറയുന്നുണ്ട്, മാം ഇങ്ങനെയാണ്, ഞാൻ എക്സാമിന് ഇവിടെ നിന്ന് ചെറുതായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ മാം ഇങ്ങനെ പറയും, സഫറ മാം ഇങ്ങനെ പറയും, ഫിദ നീ അവിടെ നിന്നെങ്കിലും ട്രൈ ചെയ്യണം, നമ്മൾ ടച്ച് പോവരുത്, മോൾക്ക് പറ്റും, അത് സാധിക്കുമെന്ന് മാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് അപ്പോഴും ഉറപ്പുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഓൾമോസ്റ്റ് 3 years ആയിട്ട് ട്രൈ ചെയ്യണു, ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ട്. ആ സമയത്താണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ സേലത്തിൽ എൻ്റെ മെൻറ്ററായ ഫാത്തിമ എന്നെ വിളിച്ചിട്ട് ഈ വർഷം ജോയിൻ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചത്. അപ്പോഴത്തെ എൻ്റെ മൊമെൻറ്റിൽ കാരണം ഞാനിങ്ങനെ ഡെയിലി ഇത് തന്നെയാണ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫീസ് റെഡി ആവുന്നില്ല, ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഇല്ല, ക്ലാസ്സിന് ജോയിൻ ചെയ്യാതെ യൂട്യൂബിലെ ക്ലാസ് മാത്രം പഠിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. കാരണം ബേസ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു മെൻറ്ററൽ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഫാത്തിമ ചോദിച്ചു, എന്താ പേര് ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു ഇമ്പൾസീവ് ഇതിൽ, മാം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടാണ് ഞാൻ കഴിഞ്ഞ 3 വർഷം എൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്, ഇനി എനിക്കതിന് പറ്റാത്തൊരു സിറ്റുവേഷനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ വർഷം എക്സാം എഴുതുന്നില്ല, അടുത്ത വർഷം ഞാൻ എഴുതുന്നുണ്ട്, ഞാൻ കുറച്ച് എമൗണ്ട് അതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്, പറ്റുകയാണെങ്കിൽ ഞാൻ ഹോസ്റ്റൽ എടുത്ത് നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മാമിൻ്റെ അടുത്ത് പറഞ്ഞു. മാം യൂഷ്വലി ഫോൺ കട്ടാക്കിയിട്ട് പോയി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാം എനിക്ക് മെസ്സേജ് അയച്ചു, ഫിദ ക്ലാസ്സിന് ജോയിൻ ചെയ്യാതിരിക്കരുത്, പേയ്മെൻറ്റ് ഇഷ്യൂ ആണെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞ് മാം എൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെൻറ്റ് അടച്ചിട്ട് എന്നോട് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അതെനിക്ക്
ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, ഇപ്പോൾ സഫന മാം എൻ്റെ ലൈഫിലോട്ട് വന്ന പോലെ ഒരു തെറാപ്പിസ്റ്റായിട്ടാണ് വന്നെങ്കിൽ പോലും മാം എനിക്ക് ഉണ്ടാക്കിയ ഒരു ഇൻഫ്ലുവൻസ് പോലെ തന്നെ അടുത്തൊരാൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം നമ്മൾ വഴിയിൽ ഓരോരുത്തരും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുമെന്ന് പറയില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിന്നുണ്ടായത്. ഞാൻ ഭയങ്കര ഹാപ്പിയായി ഫ്രണ്ട്സിനെല്ലാം വിളിച്ചു പറഞ്ഞു ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാമിൻ്റെ അടുത്തൊരു കലാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാം എനിക്ക് സാലറി കിട്ടുന്നൊരു ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഞാനത് തന്ന് വീട്ടിൽ കൊള്ളാം എന്ന് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉറപ്പിൻ്റെ മുകളിൽ തന്നെയാണ് മാം എന്നെ ഫീസ് അടച്ചതും. കാരണം അതെനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റിന് അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ പോലും എപ്പോഴും ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്ക് വെച്ചാലോ ഈ വെക്കേഷൻ പീരീഡ്, എക്സാം കഴിഞ്ഞ വെക്കേഷൻ പീരീഡ് ജോബ് ചെയ്ത് അത് മീറ്റ് ചെയ്യാം, അത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാമെന്നുള്ളൊരു മൈൻഡിൽ മാത്രമാണ് ഞാൻ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നത്. പക്ഷേ ഒരു 3 വർഷത്തെ ഇതുകൊണ്ട് ശരിക്കും ഫൈനാൻഷ്യലി കുറച്ച് ബേർഡനായി. കാരണം നമ്മൾ എക്സ്റ്റേണൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്കില്ല. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. കേക്ക് ഷോപ്പിൽ എനിക്കൊരു വളരെ കുറഞ്ഞ സാലറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് അവിടുത്തെ ഓണേഴ്സിനും അറിയായിരുന്നു. അപ്പോൾ മാം തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എടാ നമുക്ക് അടുത്ത് തന്നെ വേറൊരു ജോബ് ഉണ്ട്, ഒരു ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിലാണ് ഞാൻ അടുത്ത ജോബ്. അതായത് 2 months കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുത്ത ജോബിലേക്ക്, അത്യാവശ്യം എനിക്ക് മാമിന് ഫീസ് കൊടുക്കേണ്ട കാരണമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ജോബ് പെട്ടെന്ന് ചൂസ് ചെയ്തു. അവിടെ കയറി ഒരു 2 മാസം ആകുമ്പോഴേക്കും ഞാനപ്പോൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് പറ്റുന്ന ഫ്രീ ടൈമിലെല്ലാം ഞാൻ വീട്ടിൽ പോയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് 9 to 5 ജോബ് ആയതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയം വളരെ ലിമിറ്റഡ് ആയി. എന്നാലും ഞാൻ മാക്സിമം രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റിട്ട് 2 hours ക്ലാസ് പഠിക്കാനും ഒക്കെ ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഇതവിടെ എത്തുന്നില്ല എന്ന്, പക്ഷെ എന്നാൽ കൂടി ഞാനതിങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോഴാണ് വീണ്ടും മാം എന്നെ വിളിച്ചിട്ട്, ഫാത്തിമ മാം എന്നെ വിളിച്ചിട്ട് പറയണത്, ഫിദ മാനേജ്മെൻറ്റിൽ ഇതൊക്കെ സ്കോളർഷിപ്പ് ഇങ്ങനെ പാസ്സായിട്ടുണ്ട്, ഇതൊക്കെ ഓഫ്ലൈനിൽ വന്ന് പഠിക്കാം എന്നൊരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അൻഡു സാർ എന്നെ പറഞ്ഞു, മാനേജ്മെൻറ്റിൽ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അൻഡു സാറിൻ്റെ ഒക്കെ ഒരു മീറ്റിങ്ങിലാണ്, എനിക്ക് അതിൻ്റെ പ്രൊസീജിയർസ് അറിഞ്ഞുകൂടാ. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ നമ്മൾ ഓൺലൈനിൽ പരിചയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സ്, അതായത് ഓൺലൈൻ ബാച്ച് എടുത്ത കുറച്ച് സുഹൃത്തുക്കൾ നമ്മൾ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരും അതേസമയം എല്ലാവരും പെട്ടെന്ന് റിപ്പീറ്റിന് വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കും ആ സമയത്ത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരെല്ലാവരും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയാണ് ഫിദ ഈ വർഷം ജോയിൻ ചെയ്യുന്നില്ല, അവളെ സെൽഫ് സ്റ്റഡി ആണ്. അപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അതിലുണ്ടായിരുന്ന, ഞാൻ അവളെ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് സെയ്ത, ടീച്ചേഴ്സിനെല്ലാം ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് ഇങ്ങനെ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. സാർ ഇതെൻ്റെ ഫ്രണ്ടാണ്, അവൾ നന്നായിട്ട് വർക്ക് ചെയ്യും, അവൾക്കൊരു പേജ് ഉണ്ട്, ഈ കൈൻഡ് ഓഫ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട്. അപ്പോൾ സ്കോളർഷിപ്പ് പാസ്സായാൽ, അതായത് എനിക്ക് ഓഫ്ലൈനിൽ പോയി പഠിക്കാൻ പറ്റും എന്നൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ഇവരടുത്ത ഗ്രൂപ്പിൽ പറയുമ്പോൾ സീത എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്. അത് പിന്നെ എനിക്ക് സർപ്രൈസായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ആ ഹെൽപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അത്രയും അറിയണമെന്നില്ല, നമ്മളുടെ ആ ഒരു ഇൻറ്റൻഷൻ പ്യുവർ ആണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഹെൽപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഓടി ക്ലാസ്സിൻ്റെ കാര്യം കൺഫേം ആയപ്പോൾ ഞാൻ ആദ്യം ചെല്ലുന്നത് ശ്രീവിദ്യ മാമിൻ്റെ അടുത്താണ്. ഞങ്ങളുടെ കസ്റ്റമർ കെയർ മാനേജറാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഫേമിലെ. ആ മാമിൻ്റെ അടുത്ത് വരുന്നു, മാം ഇങ്ങനെ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം ഞാൻ നീറ്റ് ആസ്പിറൻ്റ് ആണ്, ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. മാമിൻ്റെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്തു, മാം എനിക്ക് റിസൈൻ ചെയ്യണം, എനിക്ക് ഇങ്ങനെ ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്യണം എന്നൊരു കാര്യം പറഞ്ഞപ്പം തന്നെ മാം, അതിലെന്താ ഫിദ, നമുക്ക് പെട്ടെന്ന് തന്നെ സാധാരണ റിസൈൻ ചെയ്യാൻ പറയില്ല, പക്ഷേ ഇതൊക്കെ അതിനുള്ളൊരു പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതല്ലേ, എന്തായാലും അത് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്തു. നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാം. +2 കഴിഞ്ഞിട്ട് പഠിക്കണം എന്ന് അത്രയും ആഗ്രഹം ഉണ്ടായിട്ട് എനിക്കൊരു ക്ലാസ് റൂമിൽ ചെന്നിരിക്കാനുള്ള അവസരം പിന്നെ ഉണ്ടായിട്ടില്ല. അതിന് കുറച്ച് കാലം ഇങ്ങനെ റിപ്പീറ്റേഴ്സ് ക്ലാസ്സിലാണെങ്കിൽ പോലും എല്ലാം ഓൺലൈനായിരുന്നു, ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി ഇരുന്നിട്ടില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ, അതും ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് ആ ഫസ്റ്റ് ഡേ ക്ലാസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ഞാൻ വീണ്ടും ക്ലാസ്സിലിരിക്കുന്നു, ഓൾമോസ്റ്റ് എൻ്റെ ഡ്രീമിലേക്ക് ഞാനിങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് പോകുന്നൊരു ഫീൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അവിടുന്ന് എനിക്ക് മെറ്റീരിയൽസ് കിട്ടി, ക്ലാസ് കാണാൻ വേണ്ടി ടാബ് കിട്ടി. ഞാൻ വിചാരിച്ചത് എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിക്കൊക്കെ അറിയായിരിക്കും, ഞാൻ 1 രൂപ പോലും ഫീസ് കൊടുക്കാതാണ് ഓഫ്ലൈനിൽ ഇരിക്കുന്നത്. പക്ഷെ ആർക്കും അറിയണ്ടായിരുന്നില്ല. ഇപ്പം അവിടുത്തെ മെൻറ്റേഴ്സിനാണെങ്കിൽ പോലും അവർക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല എന്താണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ഫീ കൊടുത്തിട്ടുണ്ടോ, ഫീ കൊടുക്കാതെയാണോ ഇരിക്കുന്നത്, അതിനെപ്പറ്റി ഒരാളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് കംഫർട്ടായി. മാമിനെ വിളിച്ച് ഫാത്തിമാമിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം സ്മൂത്തായിക്കൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് ഒരു നവംബർ ഡിസംബർ സമയത്താണ് ഞാൻ ഓഫ്ലൈനിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് വേറെ തന്നെ ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലേക്ക് മാറിയാലോ എന്നൊരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു ഭാഗത്ത് നിന്ന് വീട്ടിലെ എക്സ്റ്റേണൽ പ്രഷേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ട് എക്സാം ക്രാക്ക് ചെയ്യണം എന്നൊരു ഇനീഷ്യേറ്റീവ് എനിക്കല്ലാണ്ട് വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെ ഞാനതിലൊരിക്കലും കുറ്റം അറിയില്ല. കാരണം മറ്റ് പല കാര്യങ്ങളിൽ അവർ എൻഗേജ്ഡാണ്. അതുകൊണ്ട് തന്നെ പാസ്സാവുക, ഈ ഒരു പൊസിഷനിൽ എത്തുക, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം സഹായിച്ചെടുക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് ഞാൻ തന്നെയാണ് അതിൻ്റെ ഫുള്ള് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിലേക്ക് മാറുന്ന കാര്യം ഇങ്ങനെ വന്നെങ്കിലും എൻ്റെ കയ്യിൽ വീണ്ടും ഫൈനാൻഷ്യലി ഓൾമോസ്റ്റ് വർക്ക് ചെയ്ത് എനിക്ക് ബസ് പേയ്മെൻറ്റൊക്കെ ആയിട്ട് ബസ് ഫെയറൊക്കെ ആയിട്ട് അങ്ങനെ തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോസ്റ്റലിലേക്ക് പോകണമെങ്കിലും ഒരു പേയ്മെൻറ്റ് ആവശ്യമാണ്. കാരണം എനിക്ക് വീട്ടിൽ നിന്നിട്ട് എനിക്ക് എപ്പോഴും അവസാനത്തെ 2 മാസമാണ് എൻ്റെ കയ്യിൽ നിന്ന് അധികം പോവാറ്. അവസാനത്തെ ഒരു 60 ഡേയ്സ് അല്ലെങ്കിൽ 70 ഡേയ്സ് ആകുമ്പോൾ റിവിഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഉമ്മയ്ക്ക് വയ്യാണ്ടാവേ, കഴിഞ്ഞ പ്രാവശ്യം ആക്സിഡൻറ്റ് ഉണ്ടായത് എൻ്റെ കൺമുന്നിലുണ്ട്, ഇപ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ, എനിക്ക് എന്തെങ്കിലും റിവിഷൻ ചെയ്യുന്നതിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, ഈ കൺഫ്യൂഷൻസ് എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിലേക്ക് മാറുകയാണെങ്കിൽ കുറച്ചും കൂടി ഞാൻ ഇതിലേക്ക് അറ്റൻഷൻ ഉണ്ടാവും, ഫോക്കസ്ഡ് ആയിരിക്കും എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിൻ്റെ മുകളിലാണ് അതിങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആരുടെങ്കിലും കഴിഞ്ഞ ഒരു 2 മന്തിലേക്ക് ഹോസ്റ്റൽ ഫീസ് ഞാൻ എല്ലാം ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റൽ ഫീസ് എങ്ങനെയാണ് പേയ്മെൻറ്റ്? ഓൾറെഡി എനിക്ക് ഓഫ്ലൈൻ എനിക്ക് സ്കോളർഷിപ്പാണ്. അപ്പോൾ ഹോസ്റ്റലിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു 2 മാസത്തേക്കുള്ള ഫീസൊക്കെ എവിടെ നിന്ന് സെറ്റ് ആവുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഞാനിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ആവശ്യം. അപ്പം ഞാൻ സഫൂറ മാമിനെ ഒരു വട്ടം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഒരു സെഷൻ പോലെ എടുത്ത് വിളിക്കുമ്പോഴായിരുന്നു മാമിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് പറയായിരുന്നു. മാമിനെ അറിയായിരുന്നു ഞാൻ എൻ്റെ അപ്പത്തൊരു മാനസികാവസ്ഥ. ആ അറ്റ്മോസ്ഫിയർ ഞാൻ ചേഞ്ച് ചെയ്താൽ മാത്രമാണ് എനിക്ക് എക്സാമിന് കുറച്ചും കൂടി അത് ഹെൽപ്പ് ആവാമെന്ന് മാമിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും കാലം മാമിന് ഫീസായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന പേയ്മെൻറ്റ് മാം എനിക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു തരികയാണ് ആ സമയത്ത്. എന്നിട്ട് പറഞ്ഞു, ഇതാ നീ എന്തായാലും ഹോസ്റ്റലിലേക്ക് മാറണം. അറ്റ്മോസ്ഫിയർ മാറിക്കഴിഞ്ഞാൽ തന്നെ അവസാനത്തെ 2 മന്ത് ഇനി അവിടെ നിന്നുകൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇനി ഒരു പ്രശ്നം വരണ്ട എന്ന് മാം ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നു. ഇറ്റ്സ് ലൈക്ക് അതായത് അതും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇമോഷണലി കണക്റ്റ് ആയ ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ അവസാനത്തെ നീറ്റ് പ്രിപ്പറേഷൻസ് ഏകദേശം കംപ്ലീറ്റ് ചെയ്യണത്. ഒരു 2-3 വീക്സ് മുന്നേ തന്നെ ഞാൻ ഹോസ്റ്റലിൽ വെക്കറ്റ് ചെയ്ത് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നിന്നാണ് എക്സാമിന് വീട്ടിൽ നിന്നാണൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ 4th അറ്റംപ്റ്റും എനിക്ക് കട്ട് ഓഫ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഞാൻ തോറ്റു തന്നെ പറയാം. എനിക്ക് എന്ത് കോഴ്സിനാണോ കിട്ടുന്നത് അതിന് പോയി ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഫൈനലി തീരുമാനിച്ചു. നഴ്സിങ്ങോ പാരാമെഡിക്കലോ. പക്ഷെ എന്തെടുക്കുമ്പോഴും ഒരു ഹ്യൂജ് എമൗണ്ട്, മെഡിക്കൽ സീറ്റ് ഗവൺമെൻറ് സീറ്റ് അല്ലാതെ നമ്മൾ പ്രൈവറ്റിൽ പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് എന്ത് ചൂസ് ചെയ്യുകയാണെങ്കിലും. ആ കാര്യത്തിൽ ഞാൻ സ്റ്റക്കായിരുന്നു. അലോട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ മാർക്കിന് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫിന് എനിക്ക് എവിടെ അഡ്മിഷൻ കിട്ടുന്നില്ല. ഒരു ടോട്ടൽ ഫെയിലിയർ ആണെന്ന് ഞാൻ സ്വയം ചിന്തിച്ച് തുടങ്ങിയ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അവിടെ നിന്നാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും മാമിൻ്റെ അടുത്ത് വിളിച്ചിട്ട്, മാം എന്താണ്, ഞാൻ പല തരത്തിൽ ട്രൈ ചെയ്തു, എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാം എപ്പോഴും ഇങ്ങനെ പറയും, ഇതാ നമുക്ക് അടുത്ത വാർഡുകൾ നോക്കാം, ഒരു ദർ ഇസ് എ വേ എന്നെപ്പോഴും മാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഹാർഡ് മൊമെൻ്റ് നിന്നാണ് ഇപ്പം ഞാൻ കറൻറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫോട്ടോഗ്രാഫിയാണ്. ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തേണ്ട എൻ്റെ ഡിസിഷൻ അത്ര എളുപ്പമായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു എക്സാം കഴിഞ്ഞു, ഞാൻ 3 വർഷം ഡിഗ്രി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഡിഗ്രി എങ്കിലും ഉണ്ടാവുമായിരുന്നു. നമുക്ക് ഇത്രയും കാലം പാഷനായിട്ട് കൊണ്ടുനടന്ന നീറ്റ് എക്സാമിൽ വിട്ട് അടുത്ത ഗോൾ എന്താണ്, അടുത്ത എൻ്റെ ഡ്രീം എന്താണ്, ഞാൻ എന്തിനാണ് അടുത്തത് ഇനി ഫോക്കസ് ചെയ്യേണ്ടത് എന്നതായിരുന്നു എൻ്റെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി. എക്സാം കഴിഞ്ഞിറങ്ങിയ ഒരു സ്റ്റുഡൻറ്റിന് എല്ലാവർക്കും നേരിടേണ്ട ഒരു പ്രശ്നം ഇതായിരിക്കും. കാരണം അവരെല്ലാവരും MBBS അല്ലെങ്കിൽ ഒരു PDS ഒരു മെഡിക്കൽ കോളേജിൽ പോയി പഠിക്കണം എന്നുള്ളൊരു ഡ്രീമായിട്ട് നടക്കുന്ന എല്ലാവർക്കും ഇത് കഴിഞ്ഞ് ഞാനിനി അടുത്ത കരിയർ ഷിഫ്റ്റ് എന്തെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ നന്നായിട്ടുണ്ടാവും. എനിക്കും അതുണ്ടായിരുന്നു. ഞാനൊരു ഡിഗ്രിക്കെങ്കിലും പോകുമായിരുന്നു. സ്വാഭാവികമായിട്ടും എൻ്റെ പ്രായം അതിൽ വലിയൊരു ഇഷ്യൂ ആയിരുന്നു. ഞാൻ പല പാർട്ട് ടൈം ജോബുകൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും അതൊക്കെ ടെമ്പററി സ്പേസ് ആയിരുന്നു. എൻ്റെ കുറച്ചൊരു 5-6 മാസം ഞാൻ ഈ ഒരു എന്താണ് നെക്സ്റ്റ് എടുക്കാൻ പോണത് എന്നൊരു ചിന്തയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്.
എനിക്ക് അപ്പോഴാണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് പേജ്, ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് പേജ് കഴിഞ്ഞ കുറച്ച് എക്സാം ആയ കാരണം കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എനിക്ക് അതൊന്ന് സെറ്റപ്പ് ചെയ്ത് എനിക്ക് തിരിച്ച് ട്രാക്കിലോട്ട് കൊണ്ടുവരണം എന്നൊരു ഐഡിയ ആ സമയത്താണ് വരുന്നത്. ഞാൻ തന്നെ മെൻ്റലി ഒന്ന് റെഡിയായിട്ട് നമുക്കത് കൊണ്ടുവരണം എന്നുള്ളൊരു ഐഡിയയിലെത്തി. എനിക്ക് നീറ്റ് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോഗ്രാഫിയിലേക്ക് കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ എൻ്റെ അവസ്ഥയിൽ എക്സാം കഴിഞ്ഞ് 5-6 വർഷം നമ്മൾ റിപ്പീറ്റ് ചെയ്തു, എന്നിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല, നമ്മൾ ഡ്രീം കോളേജിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച മാർക്കില്ല, നമുക്ക് കട്ട് ഓഫ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, മറ്റുള്ളവർ എന്ത് പറയും, അവരോട് നമ്മൾ എന്ത് മറുപടി പറയുമെന്ന് കരുതി നിങ്ങൾ വീട്ടിലിരുന്ന് വിഷമിക്കുകയേ ചെയ്യരുത്. നമുക്ക് ഇതല്ലെങ്കിൽ മറ്റവസരങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റ കാര്യം ചെയ്യേണ്ടേ ഉള്ളൂ. ഈ നീറ്റിന് 4-5 വർഷം പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മെയിനായിട്ട് 2 കാര്യം ഞാൻ പറഞ്ഞത്, എൻ്റെ ടൈം നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ ഞാൻ പഠിച്ചു. കാരണം നീറ്റ് എക്സാമിന് വേണ്ടി 3 hours എക്സാമിന് വേണ്ടി നമ്മൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ ടൈം നന്നായിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്യാൻ പഠിച്ചു. ഡെയിലി എഴുന്നേറ്റ് ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നും അത് എങ്ങനെ ആ ടു ഡു ലിസ്റ്റിലെ കാര്യങ്ങൾ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു ഡോപാമിൻ എഫക്റ്റ് എന്താണെന്നും, അതേപോലെ ഒരു ഡിസിപ്ലിൻ ലൈഫ് നമുക്ക് എന്തൊക്കെയാണ് തരുന്നതെന്നുള്ള ബെനിഫിറ്റും ഒക്കെ എനിക്ക് ഈ നീറ്റ് എക്സാമിൻ്റെ കാലയളവിൽ മാത്രം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ടൈം ഒരിക്കലും നമ്മൾ വെറുതെ ആവുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞു, അതായത് ഒരു ഡ്രീം ഉണ്ടായി, ആ ഡ്രീം നമുക്ക് നടന്നില്ല. ഇറ്റ്സ് ഓക്കെ, അത് ഭയങ്കര നോർമലായ കാര്യമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക സെൽഫായിട്ട്. നമ്മൾക്ക് ഡ്രീം ഉണ്ടായി, നമ്മൾ അടുത്തത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, അതിൽ നമ്മളെ പൊട്ടൻഷ്യൽ ഏതൊക്കെയാണ്, അതിൽ ഇംപ്രവൈസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് അതിലെന്തെങ്കിലും ജോലി സാധ്യതയുണ്ടോ, നമ്മുടെ പാഷൻ തന്നെ നമുക്ക് കരിയറാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിലേറെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല. കാരണം നമ്മൾ ഇഷ്ടത്തോടെയാണ് ആ ജോലി ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുന്ന എനിക്ക് ഇത് തന്നെയാണ് പാഷൻ, ഞാൻ നീറ്റ് തന്നെയായിരുന്നു, ഞാൻ ഡോക്ടർ ആവാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ ഒരു വട്ടം കൂടെ ട്രൈ ചെയ്യുക. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായ കാര്യം, +1 +2 എത്തുമ്പോൾ തന്നെ നമ്മളെ ഡ്രീം ഇതാണെങ്കിൽ നമ്മൾ അപ്പം മുതലേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. +2 കഴിഞ്ഞ് നമ്മൾ ഓരോ വട്ടം റിപ്പീറ്റ് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരു ഹാർഷ് റിയാലിറ്റിയാണ്. അത് എന്നോട് ഫസ്റ്റ് ടൈം ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാളത് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്തിനാ അവരങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുകയാണ്. നമ്മളിപ്പോഴും ഇതിനൊരു ലൂപ്പായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ 4th അറ്റംപ്റ്റിനും എൻ്റെ ഓൾമോസ്റ്റ് എനിക്ക് അഡ്മിഷൻ കിട്ടില്ല എന്ന് മനസ്സിലായിട്ട് അടുത്ത അറ്റംപ്റ്റിലോട്ട് വരുമ്പോൾ വീണ്ടും എനിക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. കാരണം ഒബ്വിയസ്ലി ഫാമിലി നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പം എൻ്റെ കൂടെ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ആദ്യം ഞാൻ അതിൽ ഗ്രേറ്റ്ഫുൾ ആണ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ഫിദ നീ ഇത് സ്റ്റോപ്പ് ചെയ്യണം, യു ഹാവ് ടു ഫൈൻഡ് സംതിങ്. അതായത് അടുത്ത എന്തെങ്കിലും ഒരു കാര്യം നീ തീരുമാനിച്ച് അതിലേക്ക് നീ എന്തെങ്കിലും കരിയർ ഷിഫ്റ്റ് നടത്തേണ്ട സമയമായി. കാരണം 4 വർഷമാണ് ഇതിന് വേണ്ടി ഞാൻ ചിലവാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ തലയിൽ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ലൂപ്പിൽ നിന്ന് കയറാൻ പറ്റിയത്. നീറ്റ് നമ്മളെപ്പോഴും എല്ലാവരുടെയും സക്സസ് സ്റ്റോറീസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നുണ്ടാവുക. പക്ഷെ കുറച്ച് പേരുടെ സക്സസ് സ്റ്റോറീൻ്റെ പിറകെയും ഒരുപാട് പേര് എഫേർട്ട് എടുത്ത് അത് പാസ്സാവാൻ പറ്റാത്തതും ഇതേപോലെ നീറ്റിൻ്റെ ലൂപ്പിൽ പെട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റോറി പറയാനുള്ള മെയിൻ ഇൻറ്റൻഷൻ. നമുക്കൊന്നും എൻഡ് ആയിട്ടില്ല എവിടെയും. എപ്പോഴാണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം മുതൽ വീണ്ടും ലൈഫ് അവിടെ നിന്ന് തുടങ്ങാണ്. എല്ലാം സ്റ്റാർട്ട് ഓവർ ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. ഒറ്റ കാര്യം നമ്മൾ ചെയ്യണം, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം.